Hi, hello everyone, welcome back to our channel Rishi's Life Uncut. അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇരുന്ന് ഇൻറ്ററാക്ട് ചെയ്ത് സംസാരിക്കാണ്. ഒരുപാട് നാളായില്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ നല്ല പോപ്പുലർ തന്നെ ആയിട്ടുണ്ട്, എങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ട് എന്നാണെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫോർമേറ്റീവും നല്ല അടിപൊളി വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് കണ്ടന്റ് എത്രമാത്രം ഇഷ്ടമായി നോക്കിയുള്ള കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എന്താണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് സംശയം ഉണ്ടാവും. മെൻസ്ട്രുവൽ കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേഡീസിന് പീരീഡ്സിൻ്റെ ടൈം നമ്മൾ നാപ്കിൻസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മെൻസ്ട്രുവൽ കപ്പ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കോൺ മെറ്റീരിയലാണ്. ഇത് ഏകദേശം 10 വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. ഒരു നമ്മുടെ ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ലേഡീസിന് ഏറ്റവും പൈസ ആവുന്ന ഒരു സംഭവത്തിൽ ഒന്നാണ് നമ്മൾ നാപ്കിൻ എന്ന് പറയുന്നത്. നമ്മൾ മന്ത്ലി നമുക്ക് വാങ്ങിക്കണം. അതും കുറച്ച് മീൻസ് നമുക്ക് പീരീഡ് ബ്ലഡ്സൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കവറൊന്നും മതിയാവില്ല അല്ലേ. അപ്പം അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ മെൻസ്ട്രുവൽ കപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇത് പി സേഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പം ഇത് 10 വർഷം യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു സിലിക്കോൺ മെറ്റീരിയലാണ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പം നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുക. ഇതിനെ നമുക്കൊരു ഇട്ട് വെക്കാൻ, അതായത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ, നമുക്ക് എല്ലാ പാത്രത്തിലും ഇത് ഇട്ട് വെക്കുന്നത് കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതിനായിട്ട് തന്നെ ഒരു ബോക്സ് ഉണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പം അതുണ്ട് കേട്ടോ, ഞാനത് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലാത്തവർക്ക് ഇതിനായിട്ടൊരു പാത്രം മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പം ഇതാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. ഇത് സിലിക്കൺ മെറ്റീരിയലാണ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഓരോന്നിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഒരുപാട് പേര്, എനിക്കറിയുന്നത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പേടിയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാർ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പേടിയും വേണ്ട, നമുക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കുള്ള സംശയമാണ്, കുടുങ്ങിപ്പോവോ, വലിച്ചാൽ കിട്ടില്ലേ എന്നൊക്കെയുള്ളത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം പീരീഡ് ബ്ലഡൊക്കെ സ്റ്റോർ ആവും. പിന്നെ ഈ ഒരു പോർഷനായിരിക്കും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ് ഇതാണ് കേട്ടോ. അതായത് ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഇതിനെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവും കേട്ടോ. അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണത്. അപ്പം അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നോർമൽ പൊസിഷനിലേക്ക് വരും കേട്ടോ. പിന്നെ ഈ കാണുന്ന ഭാഗമായിരിക്കും നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രോസസ്സിലൂടെ നമ്മുടെ യൂട്രസ് വരെ താഴ്ന്നു വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ യൂട്രസിൻ്റെ പൊസിഷൻ മാറി യൂട്രസ് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇത് വലിക്കുന്ന ടൈമും ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിനെ മെല്ലനെ വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് ടെക്നിക്കലായിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചിടത്തോളം എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഉപയോഗിച്ചിടത്തോളം ഒട്ടും തന്നെ എനിക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് ഒരു മാസം നല്ല ബുദ്ധിമുട്ടുണ്ടായി എന്നല്ലാതെ എനിക്കിത് ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് എന്ന് പറയാനുണ്ടായില്ല. ഞാൻ ഏകദേശം 5-6-7-8 മാസമായി ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്
ഞാൻ പറയും, എല്ലാ ലേഡീസിനും മസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതൊന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 10 വർഷത്തെ പ്രോബ്ലം മാറിക്കിട്ടും. പക്ഷേ 10 വർഷം എന്ന് പറഞ്ഞെടുത്താണ് എനിക്ക് ശരിക്കും പണി കിട്ടിയത്. 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെൻസ്ട്രൽ കപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായത് വെറും 6 അല്ലെങ്കിൽ 7 മാസമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 to 3 months ഞാൻ യൂസ് ചെയ്തു. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു യൂസ് ചെയ്യുന്നതിൽ. എന്നിട്ട് അതിന് ശേഷം മോക്കൊരു പനി വന്നിട്ട് മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കറക്റ്റ് ടൈം എനിക്ക് ഡേറ്റ് ഒന്നും അറിയായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയി. നമ്മൾ ഇതൊന്നും കൊണ്ടല്ലല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നത്, അഡ്മിറ്റ് ആവണം എന്ന് അറിഞ്ഞിട്ട് പോലുമല്ല, ചെക്ക് ചെയ്തു, ഇങ്ങനെ ബ്ലഡിൽ കൗണ്ട് കൂടുതലാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം അവിടെ നിന്ന് എനിക്ക് പീരീഡ്സ് ആയി. പാഡായിരുന്നു യൂസ് ചെയ്തത്. ഇറിറ്റേഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിങ് ഉണ്ടാവും. നമുക്ക് പാഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസാണ് ഇച്ചിങ്, പിന്നെ നമ്മുടെ ആ ഒരു പോർഷൻസൊക്കെ ഒട്ടും, അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പൊട്ടിയിട്ടുള്ള വേദന അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഞാൻ ഇവനെ കൂടെ കൊണ്ടുപോകാതിരിക്കില്ല, ഇവനാണ് മുത്ത് ചക്കര. അങ്ങനെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 10 വർഷമുള്ള സാധനം, 10 വർഷം നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ സാധനം 7 മാസം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെ തന്നെ വലിച്ചെടുത്താലും വലിച്ച് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസറ്റിലേക്ക് പോവാതെ നോക്കുക. അവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. ഞാനിത് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ ഡെയിലി. നമ്മളിപ്പം ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് 7 days പീരീഡ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളാണ്, ഓഫീസും കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് കഴുകി സോപ്പൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതിനെ പുറത്തെടുത്ത ടൈം എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ക്ലോസറ്റിലേക്ക് വീണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, പിന്നെ കണ്ടില്ല ഞാൻ, ആൾ പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഞാൻ രണ്ടാമത് വാങ്ങിച്ച പ്രൊഡക്റ്റാണ്, സെയിം സാധനം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം പോയി പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടാലെന്ന് വെച്ചാൽ ഫ്ലഷ് അടിച്ചു, മീൻസ് ഇത് ഇത്രയും വലുതല്ലേ, അപ്പോൾ സ്റ്റെക്കായിട്ട് എവിടെയെങ്കിലും നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്ലഷ് അടിച്ചു. ഫ്ലഷ് അടിച്ചപ്പോഴേക്കും ആണ് അങ്ങ് താഴെ എത്തിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റീഓർഡർ ചെയ്തതാണ്. സെയിം പ്രൊഡക്റ്റ് തന്നെയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത്. പി സേഫിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. ഞാൻ വാങ്ങിക്കുന്ന ടൈം തന്നെ കുറേ എനിക്കറിയുന്ന 2-3 ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവരും ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെസ്റ്റ് സാധനമാണെന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് മെൻസ്ട്രൽ കപ്പ് സ്മോള്, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട് 3 മെഷർമെൻറ്റ്സിലാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ലാർജാണ്. സ്മോൾ എന്ന് പറയുന്നത് 8 മീൻസ് കല്യാണമൊന്നും കഴിയാത്ത കുട്ടികളാണ്, പിന്നെ ഈ കൗമാരപ്രായക്കാർ എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ്, മാരീഡ് അല്ല. പിന്നെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ നിങ്ങൾക്ക് അധികം ഓവറായിട്ടൊന്നും വരുന്ന ആൾക്കാരല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ വാങ്ങിച്ചാൽ മതി. മീഡിയം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, C-section കഴിഞ്ഞ ആൾക്കാരാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ലാർജ് എന്ന് പറയുന്നത് നിങ്ങൾ വെജൈനൽ ഡെലിവറി, അതായത് നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഞാൻ ലാർജാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അതാണ് സൈസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഇത് വേദനയാവുമെന്ന്. ഒരിക്കലും ഇത് വേദനയാവില്ല. നോക്കിയേ, ഇതേ ഇത്രയേ ഉള്ളൂ സാധനം, ഇതേ. അല്ലാതെ ഇതിപ്പോൾ കാണുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, പ്ലാസ്റ്റിക്കൊക്കെ അങ്ങ് മുറിയൂലേ, പൊട്ടൂലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് ഭയങ്കര ഫ്രണ്ട്ലി, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് സിലിക്കോൺ മെറ്റീരിയലാണ്. സിലിക്കോൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ആളുകൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലിൻ്റെ നിപ്പിളുണ്ടല്ലോ, അതെങ്ങനെയാണ് ഭയങ്കര സോഫ്റ്റ് അല്ലേ,
അതേ കണക്കാണ് ഇതും ഇരിക്കുന്നത്. അല്ലാതെ ഇത് പേടിച്ചിട്ട് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ആ ടൈമുള്ള മെൻ്റൽ പ്രഷർ ഒക്കെ നിങ്ങൾ കൂട്ടുക ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടെന്നാണെങ്കിൽ പൈസ ലാഭിക്കാം. ഓഫ് കോഴ്സ് ഒരു 10 വർഷം ഇത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര പൈസ നമുക്ക് ലാഭിക്കാം. പിന്നെ ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഇല്ല, നമുക്ക് പൊട്ടില്ല, ചൊറിച്ചിലില്ല, അങ്ങനെയുള്ള നമുക്ക് ആ ഒരു ടൈം ഉണ്ടാകുന്ന ബോഡിയിൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്കിത് ഇല്ല. ഇത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച പോലെ തോന്നുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബോഡിയിലല്ലാത്തൊരു സാധനം വെച്ചു എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരു വിഗ് വെച്ചു, നിങ്ങൾക്കത് വിഗ് വെച്ചു എന്ന് ഫീൽ ചെയ്യില്ലേ? നിങ്ങളിപ്പം അധികം ഓർണമെൻറ്റ്സ് ഒന്നും ഇടാത്ത ഒരാളാണ്, ഒരു 5-6 വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് തോന്നിയില്ലേ? അത് എത്ര നേരം നിൽക്കും? ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ? ഇല്ലല്ലോ. നമ്മൾ അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നില്ല. സെയിം വേ ആണ്, വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ ആ ഒരു ഫുൾ 7 days ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഇതിലേക്ക് മാറിയിട്ടില്ല എന്നാണെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഒന്ന് മാറി ചിന്തിക്കുക, മാറ്റങ്ങളാണ് വേണ്ടത്. അപ്പം ഇതിലേക്ക് മാറാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ അവസ്ഥ വരാതിരിക്കട്ടെ, ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. മഴയൊക്കെ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്നും കൂടെ വാങ്ങിക്കേണ്ടി വരും. എൻ്റെ അവസ്ഥയിൽ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവയർനെസ് വീഡിയോ ആണ്, സാധനം സൂപ്പറാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റിലൂടെ എന്നോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത എപ്പിസോഡിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.